അവിടെ വെച്ച് പൊക്കോമാ. ചെറിയൊരു കറക്ഷൻ. ഇപ്പൊ നമുക്ക് PPT കാണണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇത് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. അതിന് മുന്നേ ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിൽ ഒരു കറക്ഷൻ നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യാം. ഒരു പ്രോബ്ലം നമ്മൾ ഇടയിൽ സ്റ്റെപ്പ് മിസ്സിംഗ് ആയില്ലേ, അതാ ഞാൻ ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്സിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു പ്രോബ്ലം. ഇതിന്റെ ഒരു ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നുണ്ട്, അത് നമുക്ക് ഫ്രൈഡേ സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണോ കൺഫ്യൂഷൻ. നമ്മള് എല്ലാത്തിനും ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണ്ട. നമ്മുടെ ആകെ ആവശ്യമുള്ള ഇക്വേഷനായ ഡെൽറ്റ എൽ ഈസ് ഇക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് നമ്മളെല്ലാ പ്രോബ്ലം തെർമൽ സ്ട്രെസ്സിന്റെ ചെയ്യാറ്. ഈ അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് പാർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതും വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി സ്ട്രെസ് ഇൻ ദ റെയിൽസ് എന്ന് പറഞ്ഞത്. സോ ദേ ഹാവ് പ്രൊവൈഡഡ് ആൻ എക്സ്പാൻഷൻ എലമെന്റ്സ് ഓഫ് 8 mm. അത് പറഞ്ഞപ്പോൾ അതിൽ ഞാനൊരു ചെറിയ ഡൗട്ട് വന്നു. അവരിവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പൊ ഞാനത് എന്താ മിസ്സിങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നിർത്തിപ്പോയത്. ഓക്കെ, അവര് ശരിക്കും സ്റ്റെപ്പ് മിസ്സായതാണ്. അപ്പോൾ ഈ കേസിൽ വി ഹാവ് പ്രൊവൈഡഡ് വിത്ത് ദ എക്സ്പാൻഷൻ എലമെന്റ്സ്. നമുക്കൊരു എക്സ്പാൻഷൻ എലമെന്റ്സ് 8 mm ഉണ്ട് ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്ട്രെസ്. നമ്മുടെ അറിയാവുന്ന ഇക്വേഷൻ ഡെൽറ്റ എൽ ഇസ് ഇക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. ആൻഡ് ദിസ് ഡെൽറ്റ എൽ ദേ ഹാവ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് 8 mm. അത് അത്ര അവര് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ 8 mm വി ഹാവ് ടു എക്സ്പീരിയൻസ് ദ സ്ട്രെസ്. ടോട്ടൽ എക്സ്പാൻഷൻ എത്രയാണ് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദിസ് is the total expansion. Alpha delta t into L is the total expansion. And they have provided an expansion allowance of 8 mm. ഇതിന്റെ വാല്യൂ ഓൾമോസ്റ്റ് 15.12 ആണ് വരിക, മൈനസ് 8 mm. The remaining 7.12 mm the material will experience the stress. So stress experience ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ടോട്ടൽ അതിന് 15.12 ആണ് ടോട്ടൽ എക്സ്പാൻഷൻ അതിന് ഉണ്ടായിരുന്നത്. അതിൽ എക്സ്പാൻഷനിലെ 7.12 നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. 8 mm വരെ ഫ്രീ എക്സ്പാൻഷൻ കൊടുത്തു. ഫോർ ഫ്രീ എക്സ്പാൻഷൻ ദർ വോണ്ട് ബി എനി സ്ട്രെസ്. ഓക്കെ, അപ്പോൾ റിമൈനിങ് 7.12 യു വിൽ എക്സ്പീരിയൻസ് എ സ്ട്രെസ്. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൽ. ഓക്കെ, സോ ടു കൺവേർട്ട് ഡെൽറ്റ ടു സിഗ്മ, ആ സ്റ്റെപ്പ് നമ്മൾ മോഡൽ എഴുതിയതായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഡെൽറ്റനെ സ്ട്രെയിൻ ആക്കണം. സ്ട്രെയിൻ ഈസ് ഇക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, സോ നമുക്ക് കിട്ടി 7.12നെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7.12 ഡിവൈഡഡ് ബൈ എൽ. ലെങ്ത് ഓഫ് ദ ബീം നമുക്കറിയാം. ടോട്ടൽ ലെങ്ത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. They have given the value as 30 mm. 30 അവിടെ ഉണ്ടാവല്ലോ. സോറി, 50 degree. The expansion allowance, the maximum expansion, so that's 30 meter long. Okay, this is the total length of the beam. Okay, so we will be first dividing it with the total length to convert it into strain ആയിട്ട് convert ചെയ്തു. Next thing we have to, our ultimate aim is to find the stress. To convert the strain into stress, we have to multiply with the Young's modulus. The value ne Young's modulus which multiply. Young's modulus is given as E is equal to 2 into 10 raised to 5 Newton per mm square into 2 into 10 raised to 5 Newton per mm square on the multiply. So we'll get the value of stress. E value എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ? 7.12 divided by 30. Actually 30 അല്ല, 30 മീറ്റർ ആണ്. 30 into 10 raised to 3 വരും. 7.12 യൂണിറ്റ് എക്സ്പാൻഷൻ ആവുന്നു മില്ലിമീറ്റർ ആണ്.
30 meter 30 10 യൂണിറ്റ് millimeter ആണ്. അപ്പൊ millimeter ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് നമ്മുടെ യൂണിറ്റ് പറയുന്നത് യങ്സ് മോഡുലസിന് എന്താണ് യൂണിറ്റ് അത് തന്നെയായിരിക്കും നമ്മുടെ യൂണിറ്റ്. യങ്സ് മോഡുലസിന് യൂണിറ്റ് ന്യൂട്ടൺ പെർ എം സ്ക്വയർ. സെയിം യൂണിറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഫോർ സ്ട്രെസ് ഓൾസോ. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സിഗ്മയാണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ എം സ്ക്വയറിലാണ്. അതാണ് നല്ലൊരു കൺഫ്യൂഷൻ വന്നത്. ഒരു സ്റ്റെപ്പ് നമുക്ക് മിസ്സായിപ്പോയി. ഓക്കെ, പിന്നെ ഇന്നത്തെ ടോപ്പിക് പഠിക്കാം. ഇന്നൊരു ടെമ്പറേച്ചർ സ്ട്രെസ്സിന്റെ സെക്കൻഡ് ടൈപ്പ്. 2 ടൈപ്പ് പഠിക്കാണ്ട്. അതിൽ സെക്കൻഡ് ടൈപ്പ് ആണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ച് ഒരൊറ്റ ബീമില് ടെമ്പറേച്ചർ വരുമ്പോൾ അതിലുണ്ടാവുന്ന സ്ട്രെസ് പഠിച്ചു. സെക്കൻഡ് കേസിൽ മോർ ദാൻ 1 ബീം. ഇപ്പൊ ഒരു ബീം അല്ല, 2 മെറ്റീരിയൽ, കോപ്പർ, സ്റ്റീൽ, അങ്ങനെ ഒരുപാട് കേസുകൾ. ഇപ്പൊ കോൺക്രീറ്റ് നേരത്തെ എക്സാമ്പിൾ, കോപ്പർ, സ്റ്റീൽ, ഒരു ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസുകളിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സ്ട്രെസ്, അതാണ് സെക്കൻഡ് കേസ്, കോമ്പൗണ്ട് സ്ട്രെസ് ഇൻ എ തെർമൽ ബീംസ്. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോയതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് സ്ട്രെസ്. അപ്പൊ താഴെ കാണിച്ചിരിക്കുന്ന ഒരു ബീം ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ലെറ്റ് ഇറ്റ് ബി കോപ്പർ, സെക്കൻഡ് വൺ ലെറ്റ് ഇറ്റ് ബി സ്റ്റീൽ. അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു കേട്ടോ. ബി എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ആൻഡ് വി ആർ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ, ലെറ്റ് ഇറ്റ് ബി ഒരു വാല്യൂ ചെയ്യുക, ഡെൽറ്റ ടി എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മെറ്റൽ ഗോട്ട് എ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആൽഫ എന്ന് പഠിച്ചിട്ടുള്ളത്. It will be around the value of 10⁶, 300 millimeter per degree Celsius area in expansion coefficient. Suppose we are using 2 metals, that is first one copper, second one steel ആയിട്ട് 2 മെറ്റൽ ഉപയോഗിക്കുമ്പോൾ രണ്ടിന്റെയും എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ രണ്ടിന്റെയും എക്സ്പാൻഡ് ചെയ്യുന്ന വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ അപ്പോൾ രണ്ടും 2 തരത്തിൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഈ 2 ബീമും ഫേംലി അറ്റാച്ച്ഡ് ടുഗദർ ആണ്. ഓക്കെ, വെൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് ബോൾട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഫേംലി അറ്റാച്ച്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് വണ്ണിനെ മറ്റേത് പിടിച്ചിട്ട് വലിക്കും. രണ്ടും ഇതിൽ ഹാപ്പനിങ്. ഇതിലെ ആക്ച്വൽ ആഫ്റ്റർ ദ ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ്, the first beam in the actual position C വരെ എത്തണ്ടായിരുന്നു എക്സ്പാൻഡ് ചെയ്തിട്ട്. സെക്കൻഡ് ബീം എക്സ്പാൻഡ് ചെയ്തിട്ട് പോയിന്റ് ഡി വരെ എത്തണ്ടായിരുന്നു. ബട്ട് ആക്ച്വൽ പ്രാക്ടീസിൽ ഉണ്ടായത് രണ്ടും എക്സ്പാൻഡ് ആയിട്ട് പോയിന്റ് ഇ വരെ വന്നിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തേന് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് സി വരെ എത്തേണ്ടതായിരുന്നു. രണ്ടാമത്തേന് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കുറവായിരുന്നു, അതുകൊണ്ട് ഡി വരെ എത്തി. പക്ഷെ ഈ 2 ബീമും ഒരേപോലെ ജോയിൻ ചെയ്ത് വെച്ചുകൊണ്ട് രണ്ടിന്റെയും ഡെൽറ്റ എൽ എന്നുള്ള വാല്യൂ സെയിം ആയിരിക്കും. ഡെൽറ്റ എൽ ഫോർ സ്റ്റീലും ഡെൽറ്റ എൽ ഫോർ കോപ്പറും സെയിം ആയിരിക്കും. അപ്പോൾ ഈ 2 ബീമിലും എന്താണ് എക്സ്പീരിയൻസ് ചെയ്തെന്ന് നോക്കാം. ഫസ്റ്റ് ബീം, കോപ്പർ എന്നുള്ള ബീം, ആക്ച്വലി അത് പോയിന്റ് സി വരെ ഇലോങ്ങേറ്റ് ആവണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ പോയിന്റ് സി വരെ എലോങ്ങേറ്റ് ആവണ്ടായിരുന്നു. ആൽഫ സി ഇൻറ്റു ഡെൽറ്റ ടി സെയിം ആയിരിക്കും, ലെങ്ത് ഓഫ് കോപ്പർ ഈക്വൽ ടു പോയിന്റ് ടി വരെ എലോങ്ങേറ്റ് ആവുന്നു. ബട്ട് സ്റ്റീല് അത്ര എലോങ്ങേറ്റ് ആവതുകൊണ്ട് അതിനെ പിടിച്ചിട്ട് റിട്ടേൺ വലിച്ചു. സോ ഇറ്റ് ഗോട്ട് എ കംപ്രസീവ് സ്ട്രെസ്, ആൻഡ് ഡ്യൂ ടു ദാറ്റ് സ്ട്രെസ് ഇറ്റ് ഗോട്ട് കംപ്രസ്ഡ്. അപ്പൊ സ്ട്രെസ് കാരണം നമ്മൾ ഉണ്ടാവുന്ന ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ. എല്ലാത്തിനും കോമൺ ഇക്വേഷൻ തന്നെയാണ്. ഈ പി ബൈ എ നമുക്ക് വേണമെങ്കിൽ സിഗ്മ എന്ന് എഴുതാം, സിഗ്മ എൽ ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാം. ആക്ച്വൽ ഇലോങ്ങേഷൻ സി വരെ എത്തണ്ടായിരുന്നു, അതുവരെ എത്താതെ ഇറ്റ് ഗോട്ട് കോൺട്രാക്റ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സിഗ്മ സി ഇൻറ്റു എൽ സി ഡിവൈഡ് ബൈ ഇ സി. ഇതാണ് കോപ്പറിന്റെ ഇലോങ്ങേഷൻ. ഓക്കെ, ഇനി സ്റ്റീലിന്റെ പറയാം.
സ്റ്റീലിന്റെ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് സ്റ്റീൽ റീച്ച് ദ പൊസിഷൻ ഡി. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ആൽഫ എസ് ഡെൽറ്റ ടി ഇൻറ്റു എൽ എസ്. ദിസ് ഈസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് സ്റ്റീൽ. ബട്ട് സ്റ്റീല് ആ പൊസിഷനിൽ നിന്നില്ല, ബിക്കോസ് കോപ്പർ എക്സ്പാൻഡഡ് എ ലോട്ട്. ഒരുപാട് കോപ്പർ എക്സ്പാൻഡ് ആയി. അപ്പൊ കോപ്പർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്റ്റീലിനെയും അതിന്റെ കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. സോ സ്റ്റീൽസ് ഇലോങ്ങേഷൻ ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ്ഡ്. അപ്പൊ ഈ വാല്യൂ എത്രയായിരിക്കും? ദിസ് വാല്യൂ ഡ്യൂ ടു ദ ടെൻസൈൽ സ്ട്രെസ് ഓഫേർഡ് ബൈ ദ കോപ്പർ. കോപ്പർ പിടിച്ചു വലിക്കാണ്. സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്റ്റീലിന് തന്നെയാണ്, ബട്ട് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കോപ്പർ ആണ്. അഗെയിൻ നമ്മൾ ഇവിടെ അതേപോലെ എഴുതും, ഡെൽറ്റ എൽ steel is equal to sigma steel into L steel divided by E steel. So total എഴുതുമ്പോൾ നമ്മൾ എഴുതും ആൽഫ സ്റ്റീൽ പ്ലസ് ഡെൽറ്റ ടി എൽ സ്റ്റീൽ പ്ലസ്. ആദ്യത്തെ കേസിൽ കോപ്പറിന് സ്ട്രെസ് കാരണം ലെങ്ത് റെഡ്യൂസ് ആവുകയാണ് ചെയ്ത്. ഈ കേസിൽ സ്റ്റീലിന് സ്ട്രെസ് കാരണം ലെങ്ത് ഇൻക്രീസ് ആവുകയാണ് ചെയ്ത്. നമ്മൾ പ്ലസ് സിഗ്മ എസ് into LS divided by ES. നമ്മൾ പുതുതായിട്ട് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മുന്നേ അത് ഇക്വേഷൻസ് പഠിച്ച് ആ ഇക്വേഷൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതുകൂടി ടെമ്പറേച്ചർ സ്ട്രെസ് ഞാൻ ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടിന്റെ എല്ല് ആ ഇക്വേഷൻ ആയിട്ട് ഇരുന്നോട്ടെ, അതൊന്നും എക്സ്ട്രാ പഠിക്കുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള ഇക്വേഷൻ ഒന്നും പുതിയ ഇക്വേഷൻസ് അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ബീം ഫേംലി അറ്റാച്ച് ടുഗദർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ടു ബീംസ് ഫേംലി അറ്റാച്ച് ടുഗദർ അറ്റ് ദ എൻഡ്സ് അല്ലെങ്കിൽ ത്രൂ ദ സെക്ഷൻ, അങ്ങനെയൊക്കെ പണ്ട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എൽ ഇലോങ്ങേഷൻ ഓഫ് ദ വൺ മെറ്റീരിയൽ വിൽ ബി ഈക്വൽ ടു ദ ഇലോങ്ങേഷൻ ഓഫ് ദ അനദർ മെറ്റീരിയൽ, ആൻഡ് ദാറ്റ് ഇലോങ്ങേഷൻ ഇസ് ഗിവൺ ബൈ ഏതിനാണോ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കൂടുതലുള്ളത് അതിന്റെ കൂടെ മൈനസ് സിമ്പിൾ വരും. ഏതിനാണ് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കുറവുള്ളത് അതിന്റെ കൂടെ ഒരു പ്ലസ് സിമ്പിൾ വരും. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർ നമ്മൾ സോൾവ് ചെയ്യാറ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഒന്നുകൂടി എഴുതി വെക്കാം. നമ്മൾ ആദ്യത്തെ കേസ് പോലെ സ്ട്രെസ് എത്രയാണോ ഫോഴ്സ്, രണ്ട് കേസുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ആദ്യത്തെ കേസ് ഇത് ടോട്ടൽ ഇലോങ്ങേഷൻ ഷുഡ് ബി സെയിം. ഇലോങ്ങേഷൻ ഓഫ് ദ കോപ്പർ ഈസ് ഈക്വൽ ടു ഇലോങ്ങേഷൻ ഓഫ് ദ സ്റ്റീൽ. ഓക്കെ, ഇപ്പൊ കോപ്പറിന് ഇലോങ്ങേഷൻ കൂടുതലായതുകൊണ്ട് ഡ്യൂ ടു സ്ട്രെസ് ഇറ്റ്സ് ഇലോങ്ങേഷൻ ഗോട്ട് റെഡ്യൂസ്ഡ്. സ്റ്റീലിന് ഇലോങ്ങേഷൻ കുറവായതുകൊണ്ട് ഡ്യൂ ടു സ്ട്രെസ് ഇറ്റ്സ് ഇലോങ്ങേഷൻ ഗോട്ട് ഇൻക്രീസ്ഡ്. ഓക്കെ, ആൻഡ് ദ ടോട്ടൽ ഇലോങ്ങേഷൻ റിമെയിൻസ് ദ സെയിം. ഇതിലെല്ലാത്തിലും എല്ല് കോമൺ ആയതുകൊണ്ട് അവർ എല്ല് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതി. ചില കേസിൽ എല്ല് ഡിഫറെന്റ് ആയിട്ടും വരാം. അപ്പൊ നമ്മൾ എല്ലുള്ള ഇക്വേഷൻ തന്നെ പഠിച്ച് വെക്കാം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് കോപ്പർ എത്ര ഫോഴ്സ് ആണോ സ്റ്റീലിൽ അപ്ലൈ ചെയ്യുന്നത് അതേ ഫോഴ്സിനായിരിക്കും സ്റ്റീല് കോപ്പറിൽ അപ്ലൈ ചെയ്യേണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ compressive load on the brass bar is equal to tensile load on the steel bar. രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കല്ലേ, ഒരാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, ഒരാൾ അങ്ങോട്ട് പിടിച്ച് പുഷ് ചെയ്യണം. ടോട്ടൽ ലോഡ് വിൽ ബി സെയിം. സിഗ്മ 1 A1 is equal to സിഗ്മ 2 A2. നമ്മൾ ആദ്യം കോമ്പോസിറ്റ് ബാർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് ടോട്ടൽ ലോഡ് വിൽ ബി ഷെയർഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കേസിൽ ടോട്ടൽ ലോഡ് വിൽ ബി സെയിം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉള്ളോ ടോട്ടൽ ലോഡ് വിൽ ബി സെയിം, ടോട്ടൽ ഇലോങ്ങേഷൻ വിൽ ബി സെയിം. ഡൗട്ടൊന്നുമില്ലല്ലോ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, so here comes our first problem. A steel tube of 30 mm external diameter. ഫിഗർ ഒന്നും തരില്ല, നമ്മൾ ഫിഗർ വെച്ച് വരയ്ക്കണം. 30 mm external diameter and 20 mm internal diameter. Encloses അതിൻ്റെ ഉള്ളിലാണ് a copper rod of 15 mm diameter.
സ്റ്റീൽ ട്യൂബ് ഹോളോ ട്യൂബ് ആണ്, 30 mm external diameter, 20 mm internal diameter. അതിന്റെ ഉള്ളിൽ ഒരു കോപ്പർ ട്യൂബ് 15 mm diameter, to which it is rigidly joined at each end. അതാണ് നമ്മളെ കണ്ടീഷൻ, rigidly joined. കോമ്പോസിറ്റ് ബീം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് they are rigidly joined at each end. If the temperature of the assembly is raised by 50 degree, ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ടിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 50 degree. Calculate the stress developed in the steel tube and copper rod. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ എസ് കാൽക്കുലേറ്റ് ചെയ്യണം, സിഗ്മ സിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ടേക്ക് ഇ ഫോർ സ്റ്റീൽ. ഈ തന്നിട്ടുണ്ട് 200 GN/mm². GN/mm², ഇതൊരു നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം അല്ലേ. GN/mm², നമ്മളിതൊരു GPa Nm/mm² ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് GN/m². Nm/m² എന്ന് പറയുന്നതാണ് പാസ്കൽ. ഓക്കെ, Nm/m² എന്ന് പറയുന്നതാണ് പാസ്കൽ. അപ്പൊ GN/m² എന്ന് പറയുന്നത് തന്നെയാണ് GPa. ഈ GPa എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 10⁻³ Nm/mm² എഴുതാം. അപ്പൊ ഈ വാല്യൂനെ നമുക്ക് വേണമെങ്കിൽ 2 × 10⁵ Nm/mm² എന്ന് എഴുതാം. യൂണിറ്റ് കൺവേർഷൻ ഇനിയും ക്ലിയർ ആവാത്തവരുണ്ട് വെച്ചെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുക, ഈ എക്സാമിന് ആകെ കൊള്ളാവും. സെക്കൻഡ് വൺ 100 GN/mm². ആദ്യത്തെ സ്റ്റീലിന്റെ ആണ്. ഫോർ സ്റ്റീല് 2 × 10⁵, കോപ്പർ 1 × 10⁵. ഓക്കെ, and alpha for steel is 12 × 10⁻⁶ per degree Celsius, and alpha for copper is 18 × 10⁻⁶ per degree Celsius. അപ്പൊ ഏതിനാ കൂടുതൽ എക്സ്പാൻഷൻ കൂടുതൽ കോപ്പറിനും, എക്സ്പാൻഷൻ കുറവ് സ്റ്റീലാണ്. ഈ ആൽഫ വെച്ചിട്ടാണ് എക്സ്പാൻഷൻ പറയുന്നത്, തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. ആൽഫയുടെ വാല്യൂ കൂടുന്തോറും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഇത് കൂടിക്കൊണ്ടിരിക്കും. ആൽഫയുടെ വാല്യൂ കുറയും തോറും എക്സ്പാൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ ഫിഗർ വരയ്ക്കാം. ഈ ഗോട്ട് എ steel tube, അതിന്റെ outer diameter 30, inner diameter 20. Inside a copper tube, the steel, the copper tube of 15 mm diameter. Length I have not given because both having the same length. നമുക്ക് സെയിം ലെങ്ത് ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ലെങ്ത് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ലെങ്ത് തന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, and we will calculating the area of cross section of the steel tube, and then we will calculate the area of cross section for the brass tube. So steel എന്ന് പറയുന്നത് ഹോളോ സിലിണ്ടർ ആണ്, π/4 × outer square minus inner square ആണ്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടും 392.5 mm². Okay, and for copper solid tube ആണ്, π/4 d², 176.625 mm². ഡെൽറ്റ ടി 50 degree Celsius ആണെന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കണ്ടീഷൻ, ഡാറ്റ ഒക്കെ വേണ്ടി ഞാൻ പറയണില്ല, അപ്ലൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കണ്ടീഷൻ ടോട്ടൽ ലോഡ് വിൽ ബി സെയിം. σ1 A1 = σ2 A2. σ1 σ2 വാല്യൂ നമുക്കറിയില്ല, പക്ഷെ A1 A2 വാല്യൂ നമുക്കറിയാം. അപ്പൊ അത് വെച്ച് നമുക്ക് we can form a relation between σ1 and σ2. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കണ്ടീഷൻ ടോട്ടൽ ലോഡ് വിൽ ബി സെയിം. σ1 A1 = σ2 A2. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് σ1 σ2 നമ്മൾ റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ we can write σ1 = 0.45 σ2. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താ അപ്ലൈ ചെയ്യാം? സെക്കൻഡ് കണ്ടീഷൻ എഴുതുന്നത് ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഫോർ കോപ്പർ = ഡെൽറ്റ എൽ ഫോർ സ്റ്റീൽ. ഡെൽറ്റ എൽ ഫോർ കോപ്പർ ആൽഫ കോപ്പർ × ഡെൽറ്റ ടി × എൽ കോപ്പർ. കോപ്പറിന് ഇലോങ്ങേഷൻ കൂടുതലായിരിക്കും, അപ്പോൾ സ്ട്രെസ് കാരണം അതിന്റെ ഇലോങ്ങേഷൻ കുറയും. അപ്പൊ മൈനസ് സിഗ്മ കോപ്പർ × എൽ കോപ്പർ ഡിവൈഡ് ബൈ ഇ കോപ്പർ ഈക്വൽ ടു ആൽഫ സ്റ്റീൽ ഡെൽറ്റ ടി എൽ സ്റ്റീൽ പ്ലസ് സ്റ്റീലിന് ഇലോങ്ങേഷൻ കുറവായിരിക്കും, അപ്പൊ സ്ട്രെസ് കാരണം അതിന്റെ ഇലോങ്ങേഷൻ കൂടും. സിഗ്മ സ്റ്റീൽ എൽ സ്റ്റീൽ ഡിവൈഡ് ബൈ ഇ സ്റ്റീൽ. ഈ രണ്ട് കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ ലോഡ് സെയിം ആയിരിക്കും, രണ്ടാമത്തെ കണ്ടീഷൻ ഇലോങ്ങേഷൻ സെയിം ആയിരിക്കും. വിൽ ബി അപ്ലൈയിങ് ദിസ് ഇക്വേഷൻ. നമ്മൾ ആ ഇക്വേഷനിലെ ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു, കാരണം ലെങ്ത് കോപ്പറും ലെങ്ത് സ്റ്റീലും
സെയിം ആണ്. ഓക്കെ, അപ്പൊ ബാക്കി ആൽഫ ഡെൽറ്റ ടി പ്ലസ് E1 സിഗ്മ 1 ഡിവൈഡ് ബൈ E1 ഇക്വൽ ടു ആൽഫ 2 ഡെൽറ്റ ടി സിഗ്മ 2 ഡിവൈഡ് ബൈ E2. 1 എല്ലാം സ്റ്റീലാണ്, 2 എല്ലാം കോപ്പർ ആണ്. അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫയുടെ വാല്യൂ സ്റ്റീലിന് 2 × 10⁻⁶, ഡെൽറ്റ ടി 50 ആണ്. സിഗ്മ 1 നമ്മൾ 0.45 സിഗ്മ 2 നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E4 സ്റ്റീല് 2 × 10⁵. ഇനി ആൽഫ ഫോർ കോപ്പർ 18 × 10⁻⁶, ഡെൽറ്റ ടി 50, സിഗ്മ 2 അതേപോലെ ഇട്ടു. E4 കോപ്പർ 1 × 10⁵. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2ഉം കിട്ടും. സിഗ്മ 2 24.49 Nm², സിഗ്മ 1 11.02 Nm². രണ്ട് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലത്തിൽ ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കും, കാരണം ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി ഇട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ചെയ്ത പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള പ്രോബ്ലം തരും, നമുക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? എല്ലാവരും കാൽക്കുലേറ്ററും ബുക്കൊക്കെ ഉണ്ടോ വിചാരിക്കണം. ഓൾമോസ്റ്റ് അല്ല, സെയിം തന്നെ, ഫുൾ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. A mild steel bar of 16 mm diameter. അപ്പോൾ we got a steel bar of 16 mm diameter. A steel bar of 16 mm diameter enclosed in a copper tube of external diameter 25 mm and internal diameter 20 mm. കഴിഞ്ഞ കേസിൽ കോപ്പർ ഉള്ളിലായിരുന്നു, ഈ കേസിൽ കോപ്പർ പുറത്താണ്. ഉള്ളില് അകത്ത് സ്റ്റീല്, പുറത്ത് കോപ്പർ. റിജിഡ്ലി ജോയിൻഡ്, നമ്മുടെ കണ്ടീഷൻ റിജിഡ്ലി ജോയിൻഡ് അറ്റ് ഈച്ച് എൻഡ്. ഇതാണ് നമ്മൾ കോമ്പോസിറ്റ് ബീമാന്ന് ഉറപ്പിക്കുന്ന കണ്ടീഷൻ. ദ ടെമ്പറേച്ചർ ഓഫ് ദ assembly is raised by 60 degree, delta T 60 degree ആണ്. Calculate the stress developed in steel and copper. We have to calculate the stress developed in steel and copper. Take the modulus of elasticity for steel equal to 2 × 10⁵. അതൊന്നും മാറില്ല, അതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ആൻഡ് the thermal expansion അതും അറിയില്ല. സ്റ്റീൽ ആൻഡ് കോപ്പർ ഈസ്, ഇത് ആക്ച്വലി ഇത് തെറ്റുണ്ട്, ഇത് 18 ആണ് കേട്ടോ, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതല്ലേ. സ്റ്റീലിന് കുറവും കോപ്പറിന് കൂടുതലായിരിക്കും. ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് 18 × 10⁻⁶ എന്നാക്കാം, ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഓരോരുത്തരായിട്ട് ആൻസർ പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ലോഡ് വിൽ ബി സെയിം. അപ്പോ സിഗ്മ സി × AC എന്ന കോപ്പറിന്റെ ലോഡ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് × ഏരിയ, ഓർ സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ആൻഡ് സിഗ്മ എസ് × AS എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫോർ സ്റ്റീൽ ആൻഡ് കോപ്പർ. ഞാൻ വിളിക്കുന്ന ആള് പറയാം, ഒരു 2 minutes അത്രയൊക്കെ മതി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. 5/4 d² അല്ലേ, വേഗം ആയിക്കോട്ടെ. ഞാൻ വിളിക്കുന്ന ആള് പറയാം.
വിഷ്ണു അനിൽകുമാർ അവിടെ അല്ലേ? വിഷ്ണു അനിൽകുമാർ. ഹലോ, വിഷ്ണു അനിൽകുമാർ അവിടെ അല്ലേന്ന്? എന്റെ വോയിസ് കേൾക്കല്ലേ? ഹലോ, വിഷ്ണു അനിൽകുമാർ ഓഫ് ചെയ്തിട്ട് പോയേക്കാം. ഓക്കെ, വിനിൽ വർഗീസ് അവിടെ ഉണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് ആർക്കും കേൾക്കാണ്ടാണോ? ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കാം. ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വിനിൽ വർഗീസ് വന്നല്ലോ. ഹലോ വിനിൽ എന്താ ആൻസർ? നമ്മുടെ ഏരിയ ക്രോസ് സെക്ഷൻ. വിനിൽ നിന്ന് ആരും കണ്ടിട്ടുണ്ടാവില്ല. വിനിൽ നിന്ന് ക്യാമറ ഓൺ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു. ഹലോ എനിക്ക് കേൾക്കണ്ടാണോ? ഒരു മിനിറ്റ് കേട്ടോ, എന്റെ ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നില്ല. 1 മിനിറ്റ്. ഹലോ ഹലോ സാർ വിനിൽ വർഗീസാണ്. ഹലോ ഹലോ വിനിൽ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. ഹലോ സാർ. വിനിൽ വർഗീസ്. ഹലോ ഹലോ കേൾക്കാല്ലേ? വിനിൽ വർഗീസ് അവിടെ ഉണ്ടോ? ഇപ്പോഴും പറയണ്ട? എനിക്കൊന്നും കേൾക്കാനില്ലല്ലോ. എന്തത്? 1 മിനിറ്റ്. സംസാരിക്കുന്നുണ്ട്. ഓക്കെ, വിനിൽ പറഞ്ഞു കേൾക്കട്ടെ. ആ സാറെ കേൾക്കാല്ലേ? ആ, ഇപ്പൊ കേൾക്കാണ്ട്. ഞാൻ എന്റെ ഹെഡ്ഫോൺ എന്തോ വീണ്ടും പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ മൊബൈലിൽ ഓൺ ചെയ്തു. വിനിലിന്റെ ഫോട്ടോയുടെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ. വിനിലെല്ലാവരും ഒന്നും കാണട്ടെ, നമുക്ക് പുതിയ ആൾക്കാരല്ലേ. ഓക്കെ, 2 ഏരിയയും കാൽക്കുലേറ്റ് ചെയ്താ? രണ്ട് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്ത് തോന്നുന്നു. ഇല്ല സാറേ, 2 ഏരിയ വേഗം ആയിക്കോട്ടെ.
സാർ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ മതി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി ഒന്ന്. എന്താ ഏരിയ അല്ലേ? 5/4 ഡി സ്ക്വയർ. ഒന്ന് ഔട്ടർ ടൈം, ഒന്ന് ഹോളോ സിലിണ്ടർ ആണ്, ഒന്ന് സോളിഡ് സിലിണ്ടർ ആണ്. അതല്ലേ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചേ. ഞാൻ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു തുടങ്ങാൻ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാം. അപ്പൊ 5/4 ഇൻറ്റു ഒരു മിനിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, 5/4 ഡി സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ ഇക്വേഷൻ. അപ്പൊ നമ്മൾ രണ്ട് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യത്തെ സോളിഡ് സിലിണ്ടർ ആണ്, ഇതിൽ സ്റ്റീലാണ് സോളിഡ് സിലിണ്ടർ. സ്റ്റീലിന്റെ ഏരിയ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ 5/16 ഡി സ്ക്വയർ. പിന്നെ കോപ്പറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. കോപ്പർ എന്ന് പറയുന്നത് ഹോളോ ട്യൂബ് ആണ്. ഹോളോ ട്യൂബ് എന്ന് പറയുന്നത് 5/4 ഔട്ടർ ഡയമീറ്റർ മൈനസ് ഇന്നർ ഡയമീറ്ററിന്റെ സ്ക്വയർ ആണ്. അതിന്റെ ഹോളോ ട്യൂബിന്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ടോട്ടൽ ലോഡ് വിൽ ബി ഈക്വൽ. ലോഡ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. അതിൽ സിഗ്മ സി ഇൻറ്റു എ സി അത് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ടോട്ടൽ ലോങ്ങേഷൻ ഷുഡ് ബി സെയിം എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ലോഡ് വിൽ ബി സെയിം എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ കോപ്പറും സിഗ്മ സ്റ്റീലും തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. അപ്പൊ ആ റിലേഷൻ നമുക്ക് വേറൊരാളടുത്ത് ചോദിച്ചു നോക്കാം. നോക്കട്ടെ. സുശ്രുത അവിടെ ഉണ്ടോ? സുശ്രുത് കേസ്. ഹലോ, സുശ്രുത് കേസ് ഇല്ലേ? ഹലോ, സുശ്രുത ആൻസർ എത്രയാണ് വരുന്നത്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സിഗ്മ എസ് ആൻഡ് സിഗ്മ കോപ്പർ? കോപ്പറും സ്റ്റീലും തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? ഞാനിപ്പോ അവന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി മൊബൈൽ ഓൺ ചെയ്തതാ, അല്ലെങ്കിൽ വോയിസ് കേൾക്കുന്നില്ല. അതുകൊണ്ടാ. ഇപ്പൊ ഓഫ് ചെയ്യും. ഞാനിത് കഴിഞ്ഞ് ഓഫ് ചെയ്യും. ഞാൻ പറയുമ്പോ ഓഫ് ചെയ്യും. സുശ്രുത ആൻസർ പറയൂ. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളൊക്കെ പഠിച്ചു എന്നുള്ള സാധനങ്ങൾ അതൊക്കെ MOS എന്ന് പറയുന്നത്. ആ ആൻസർ മൊത്തം റിലേഷൻ അവിടെ ടൈപ്പ് ചെയ്യുന്ന നല്ലതൊന്ന് വോയിസ് ഓൺ ചെയ്തിട്ട് പറയുന്നത്. ഹലോ, ബാക്കിയുള്ളവർ ഞാനിവിടെ അറ്റൻഡൻസിന്റെ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. അതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോട്ടാം. സുശ്രുത് പോയാ? ആ വഴിക്ക് പോയാ? ഹലോ സാർ. പറയൂ സാറെ. കേട്ടില്ല, കട്ടായി. നെറ്റ് സ്ലോ ആണ്, കട്ടായി ആ ടൈം.
ക്വസ്റ്റ്യൻ കേട്ടില്ല. ഓക്കെ ഓക്കെ. ഫൈനൽ അപ്പോൾ ആൻസർ ഞാൻ പറയുന്നത് മാത്രമായിട്ട് ക്ലാസ് നടക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇന്ററാക്ഷൻ 1-2 പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നതാണ്. ആ സാർ. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ഫൈനൽ ആൻസർ ആണോ? ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിൽ ബി അപ്ലൈയിങ് ദ ഇക്വേഷൻ സിഗ്മ എസ് ഈക്വൽ ടു സ്റ്റീലിന്റെ ലോഡും കോപ്പറിന്റെ ലോഡും സെയിം ആണെന്നുള്ള കണ്ടീഷനിൽ അപ്ലൈ ചെയ്യും. ആൻഡ് വിൽ ഗെറ്റ് എ റിലേഷൻ ബിറ്റ്വീൻ സിഗ്മ സി ആൻഡ് സിഗ്മ എസ്. ഓക്കെ, the sigma s ആണ് പറയുന്നത്. And next we will be equating the total elongation of the copper equal to total elongation of the delta L steel is equal to delta L copper. And actually the elongation of copper is lesser and there will be an extra elongation due to the stress. And the elongation of copper is more and the total elongation of the copper is reduced by the stress. അപ്പോൾ സ്റ്റീലിന്റെ കൂടെ നമ്മൾ സിഗ്മ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ഇ എസ് എന്നുള്ള വാല്യൂ ആഡ് ചെയ്യും. കോപ്പറിന്റെ കൂടെ സിഗ്മ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ഇ എന്നുള്ള വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യും. എൽ എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് അതെല്ലാം നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. റിമൈനിങ് സിഗ്മ ആൽഫ സിഗ്മ അല്ല സോറി ആൽഫ ഡെൽറ്റ ടി. അപ്പൊ ആൽഫയുടെ വാല്യൂ 12 × 10⁻⁶, ഡെൽറ്റ ടി 60 ഡിഗ്രി ആണ്. ആൻഡ് സിഗ്മ സി ആൻഡ് സിഗ്മ നമ്മൾ റിലേഷൻ അവിടെ ഫോം ചെയ്ത് സിഗ്മ എസ് ഈക്വൽ ടു 0.879 സിഗ്മ 9. അപ്പൊ സിഗ്മ എസിന് പകരം സിഗ്മ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അഗെയിൻ ആൽഫ ഫോർ കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ സി അതേപോലെ ഇട്ടു ആൻഡ് ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വിൽ ഗെറ്റ് എ റിലേഷൻ ബിറ്റ്വീൻ സിഗ്മ സി ആൻഡ് സിഗ്മ എസ് ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സിഗ്മ സി ആസ് 25 Nm/mm² ആൻഡ് സിഗ്മ എസ് ആസ് 21.98 Nm/mm². ഓക്കെ, ഇതെല്ലാം ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷനുള്ള കോമ്പോസിറ്റ് ബാർ സബ്ജക്ട് ടു തെർമൽ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ ലോഡ് സെയിം ആയിരിക്കും, രണ്ടാമത്തെ കണ്ടീഷൻ ഇലോങ്ങേഷൻ സെയിം ആയിരിക്കും. അപ്പൊ ലോഡ് സെയിം, ഇലോങ്ങേഷൻ സെയിം, ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. പിന്നെ 10:58 നോക്കട്ടെ, നമുക്കൊരു 2 പ്രോബ്ലം കൂടി ചെയ്യാറുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂള് കഴിഞ്ഞു. ഇത് 2 പ്രോബ്ലം കൂടി ഉള്ളൂ. അപ്പൊ ഈ 2 പ്രോബ്ലം ഇപ്പൊ ചെയ്തല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നാളെ ഇനിയും മുടക്കല്ലേ. അപ്പൊ നാളെ ഒരു എക്സ്ട്രാ ക്ലാസ്, എനിക്കൊരു എക്സ്ട്രാ ക്ലാസ് വേണമെന്ന് പറഞ്ഞില്ല. അപ്പൊ നാളെ അത് വെക്കാൻ പറ്റും. നാളെ ഫ്രീ ആണോ? നാളെ ശ്രീകൃഷ്ണജയന്തിയാണ്. ഫ്രീ ആണെങ്കിൽ നമുക്ക് വെക്കാം. അത് ഡിസ്കസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നാളെ ഒരു ആഫ്റ്റർനൂൺ ആയിട്ട്, മോർണിംഗ് വേണ്ട, ആഫ്റ്റർനൂൺ മതി. മോർണിംഗ് ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ഏതായാലും എനിക്ക് പ്രശ്നമില്ല. പറ്റുമെങ്കിൽ നാളെ ഒരു സെഷൻ ഞാൻ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോ അറ്റൻഡൻസിന് ലിങ്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഇനി ഗ്രൂപ്പിൽ വേറെ ഇടുന്നില്ല. അപ്പോ പറ്റുമെങ്കിൽ ഒരു സെഷൻ ഞാൻ നാളെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ പറ്റുമെങ്കിൽ നോക്കിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. നാളത്തെ ക്ലാസ്സിന്റെ ടൈം എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഇതുപോലെ 10 മണിയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഫസ്റ്റ് അവറില്ല, സെക്കൻഡ് അവർ എനിക്ക് ബെസ്റ്റ് ടൈം ആയിട്ട് തോന്നും. അപ്പോൾ ഫസ്റ്റ് അവർ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് എപ്പോഴായാലും ഇപ്പോൾ നാളെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു സമയം പറയാം. ഞാൻ പറയുന്നത് 10 മണിയാണ്. അത് ഓക്കെ ആണെങ്കിൽ നാളെ 10 മണിക്ക് വരെ. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. 1 അവർ ക്ലാസ് നാളെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വേറെ എക്സ്ട്രാ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആർക്കും പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലാസ് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. നമുക്ക് പിന്നെ എന്തെങ്കിലും ദിവസം വയ്ച്ചോളാം. ഓക്കെ, അപ്പൊ ഒന്ന്